ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 2001 റിലീസായിട്ടുള്ള മലയാള ചിത്രമാണ് രാവണപ്രഭു. നമ്മുടെ ലാലേട്ടനാണ് ചിത്രത്തിലെ നായകൻ. രാവണപ്രഭു എന്ന സിനിമ വീണ്ടും റിലീസിന് വരികയും അതും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് 4K ഡോൾബി അറ്റ്മോസിലാണ് സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 4K ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലറല്ല, ടീസർ റിലീസായിട്ടുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകാം. പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാൻ മറക്കരുത്. യൂസ് ഹെഡ്ഫോൺ. രേവതി, മോഹൻലാൽ, ലാലേട്ടൻ. മംഗലശ്ശേരി നീലകണ്ഠൻ, നെപ്പോളിയൻ, മോഹൻലാൽ. അടിപൊളി. ജഗതി, ആശീർവാദ് സിനിമാസ്, ഇന്നസെന്റ്, സായികുമാർ, വസുന്ധരദാസ്. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. ഇത് അയാളുടെ കാലമല്ലേ. ഈ പാട്ടൊക്കെ പണ്ട് ഒരുപാട് കേട്ട പാട്ടാട്ടോ. സവാരി ഗിരിഗിരി. അടിപൊളി. സൂപ്പർ സീൻ. ആന്റണി പെരുമ്പാവൂർ, പ്രൊഡ്യൂസർഡ് ബൈ മംഗലശ്ശേരി കാർത്തികേയൻ. സിദ്ദിഖ്, രാവണപ്രഭു. ജഗദീഷ്. റൈറ്റർ ഡയറക്ടർ രഞ്ജിത്ത്. എന്താ ലുക്ക്. ബാബുരാജ്. രാവണപ്രഭു അടിപൊളി ട്ടോ. സൂപ്പർ അടിപൊളി ടീസറെ കണ്ടപ്പോൾ രാവണപ്രഭു എന്ന സിനിമയുടെ റിലീസിങ് 4K ടീസറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന ഒന്നാണ് നമ്മൾ പഴയ ലാലേട്ടനെ നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് വീണ്ടും പഴയ ലാലേട്ടനെ കാണാനുള്ള ഒരു നല്ലൊരു കിഡിലൻ സൂപ്പർ അവസരമാണ് പറഞ്ഞത്. കാരണം അതും അദ്ദേഹത്തിൻ്റെ മാസ് കൊലമാസ് ചിത്രം എന്നൊക്കെ പറയാൻ അടിപൊളി സൂപ്പർ ചിത്രമാണ് ഈ രാവണപ്രവേശം. അന്ന് 2001 19 കോടി കളക്ഷൻ കിട്ടിയിട്ടുള്ള ചിത്രമാണ്. അന്നത്തെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 1 കോടിയോ 1.5 കോടി 2 കോടിയൊക്കെ ഉണ്ടാവുള്ളൂ ബഡ്ജറ്റ് വരുന്നതാണ്. പക്ഷെ അന്ന് 19 കോടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് കളക്ഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. 2001 സിനിമ റിലീസായിട്ടുള്ളത്. അതേപോലെ രഞ്ജിത്താണ് അതിൻ്റെ ഡയറക്ടർ, അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. നല്ലൊരു സൂപ്പർ അടിപൊളി ടീച്ചറായിരുന്നല്ലോ. എന്തായാലും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.